ഹലോ മൈ ചാങ്സ്. അപ്പൊ ഞാനപ്പോ ചൈന മാളിലാണ്ടുള്ളത്. ഈ മച്ചാനാണ്ട് നമ്മളെ ചൈന മാളി കൂട്ടാൻ നമ്മൊരു ഭയം കൊടുത്ത ആളെ വിട്ട് അതും കഴിഞ്ഞ് നോക്കുമ്പോ പരുന്തിനെ കെട്ടിയിട്ടേക്കണ്. പിന്നെ എങ്ങനെ പറന്നു പോകാനത് പരുന്തിനെ എന്താട്ടി പിന്നെ നമ്മ ചൈനക്കാരെ മേഗിനാണ്ടാ പോയത്. മേഗി സ്റ്റാൻഡേർഡ് ആയിട്ട് തിന്നാണ്, നല്ല ചൂടുണ്ട്. അതാണ് പണ്ടത്തെ കാരണന്മാര് പറയണത് ആക്രാന്തം കാട്ടരുതെന്ന്. അപ്പം പിന്നെ ചൈനക്കാരനാണ് പോലെ സ്റ്റാൻഡേർഡിൽ തിന്നാന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാൻഡേർഡിൽ തിന്നു കഴിഞ്ഞപ്പോൾ പോത്ത് വെള്ളം കുടിച്ച പോലെ. ഭാഗ്യം എൻ്റെ സ്റ്റാൻഡേർഡ് ആരും കണ്ടില്ല. അതും കഴിഞ്ഞ് പിന്നെ നമ്മ നേരെ ദുബായിൽ കണ്ട വിട്ടത്. ദുബായിൽ എത്തിക്കഴിഞ്ഞ് ദുബായ് ഫ്രെയിമിൽ ഒരു ഫോട്ടോ എടുത്തില്ല, മോശമല്ലേ. ഫോട്ടോ എടുത്ത് ഓടിക്കേറിയത് ലുലുവിൽ കണ്ട. ലുലു എത്തിയപ്പോൾ നാട്ടിലെ ക്രിസ്മസ് അപ്പൂപ്പന് ഇവിടെ എത്തി. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു ചോക്ലേറ്റ് എടുത്താണ്ടാ. ചോക്ലേറ്റ് എടുത്ത് നോക്കിയപ്പോൾ അവിടെ തന്നെ വെച്ചെടുത്തതിന്റെ സ്പീഡിൽ അത്ര വിലയാണ് ചോക്ലേറ്റിന്. അതും കഴിഞ്ഞ് നമ്മ നേരെ തിരിച്ചു വന്നപ്പോൾ കണ്ട കഴിച്ചേണ്ട ഇത് നമ്മളെ വീടിൻ്റെ അവിടെ ഉള്ള സൂപ്പർ മാർക്കറ്റ്. ഞാനിവിടെ ഉള്ളായിരുന്നു ലൈറ്റ് ഒക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മ നേരെ ഓടിക്കേറി കഴിഞ്ഞിട്ട് നമ്മ ഒരു പ്ലം കേക്ക് എടുത്ത് ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും വാങ്ങണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ. പ്ലം കേക്കും വാങ്ങിച്ച് 4 ചുറ്റും കറങ്ങിയിട്ട് ഇവിടെ നോക്കുമ്പോൾ ഫിഷിന്റെ അവിടെ നല്ല തിരക്ക്. ഇവിടെ എന്താണിത് വെറുതെ കൊടുക്കണ്ട മീൻ. അവിടെ നിൽക്കുമ്പോൾ ചെക്കന്മാരെ വിളി. വണ്ടിയുടെ ഉള്ളിൽ ചാവി വെച്ച് ലോക്ക് ചെയ്തെന്ന്. ബെസ്റ്റ്. അമ്മ അവിടെ നിന്ന് വാങ്ങിച്ചൊരു കേക്ക് ചെക്കൻ കൊടുത്ത്. ചെക്കനക്ക് ഒരു സന്തോഷമായി. ചാവി വണ്ടിയുടെ ഉള്ളിൽ വെച്ചടച്ച മഹാനെ കാണില്ലട്ട്. ഇവൻ ഏതെങ്ങാണ്ട് യൂട്യൂബിൽ വീഡിയോ കൊണ്ട് ടേപ്പൊക്കെ വാങ്ങാൻ പോയേക്കണം വണ്ടിയുടെ ചാവി എടുക്കാനായിട്ട്. അതിലൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് വേറെ വണ്ടിയുടെ ചാവി എടുത്തും കയറ്റാണ്ട് ഈ വണ്ടി തുറന്നു. എൻ്റെ ഒരു നല്ല ഇടപെടൽ അവിടെ ഉണ്ടായ കാരണം വണ്ടിയുടെ ചാവി എടുക്കാൻ കിട്ടി. അതും കഴിഞ്ഞ് തന്നെ ചാവിയുടെ വൃത്തിക്കിരിക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.